അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബഹുമാനപ്പെട്ട വിശ്വാസികളെ, അള്ളാഹു ഇഷ്ടപ്പെടുന്ന അടിമകളുടെ കൂട്ടത്തിൽ, ദാസന്മാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മളൊക്കെ. പക്ഷേ നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ ആളുകളുടെ തൃപ്തിക്ക് വേണ്ടിയിട്ട് പലപ്പോഴും ആകുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ടാകും. ആളുകളുടെ തൃപ്തി, ആളുകളെ തൃപ്തിപ്പെടുത്തുക, അവരെ സന്തോഷിപ്പിക്കുക, മറിച്ച് അള്ളാഹുവിൻ്റെ റിള, അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി ആകാതെ ലോകമാന്യത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ അധിക പ്രവർത്തനങ്ങളും ആകാറുണ്ട്. ധർമ്മം ചെയ്യുക, എന്തിനോണം പറയണം, നിസ്കാരം പോലും, നോമ്പ് പോലും മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഒരു വളരെ മോശമായ സാഹചര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും വരാറുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ലോകമാന്യം നടിക്കുന്ന ആളുകളുടെ മുമ്പിൽ വ്യാജമുഖം കാണിച്ചുകൊണ്ട് ഇബാദത്തിനെ കളങ്കം വരുത്തുന്ന ആളുകളെ വളരെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആനിൽ നമുക്കറിയാൻ പറ്റും, വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ. ഇബാദത്തിൻ്റെ വിഷയത്തിലാണ് അവിടെ പറയുന്നത്. ഇബാദത്ത് ചെയ്യേണ്ടത് ഇഖ്ലാസോടുകൂടെയാണ്, നിഷ്കളങ്കമായിട്ടാണ്. ആ നിഷ്കളങ്കതയ്ക്ക് ഭംഗം വരുത്തുന്ന ഒന്നാണ് ജനങ്ങൾ കാണുന്ന രൂപത്തിൽ നന്മകൾ ചെയ്യുക എന്നുള്ളത്. ജനങ്ങൾ കാണുമ്പോൾ അതിൻ്റെ ഒരേ ഒരു ഉദ്ദേശം ജനങ്ങളെ കാണിപ്പിക്കുക എന്നുള്ളതാണെങ്കിൽ ആ ഒരു ഉദ്ദേശം സാഫല്യമാകലോട് കൂടിയിട്ട് അള്ളാഹുവിൻ്റെ റിളയും അള്ളാഹുവിൻ്റെ പരിഗണനയും നഷ്ടപ്പെടും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഒരു ചരിത്രമുണ്ട്. അദ്ദേഹം ഒരിക്കൽ മസ്ജിദുൻ നബവിയിലേക്ക് പുറപ്പെട്ടപ്പോൾ അവിടെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗളയിൽ, റസൂലിൻ്റെ ഖബറിനരികിലിരുന്നു കൊണ്ട് മുആദ് ഇബ്നു ജബൽ തങ്ങൾ പൊട്ടിക്കരയുന്നതായിട്ട് കണ്ടു. പൊട്ടിക്കരച്ചിൽ കണ്ടപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹുവിന് വല്ലാത്ത വിഷമമായി. അദ്ദേഹത്തോട് ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ചോദിക്കുന്നുണ്ട്, റളിയല്ലാഹു തആല അൻഹു ചോദിക്കുന്നുണ്ട്, എന്താണ് നിങ്ങളെ കരയിപ്പിച്ചത്, എന്തിനാണ് നിങ്ങൾ കരഞ്ഞത് എന്ന് ചോദിച്ചു. അന്നേരം ബഹുമാനപ്പെട്ട മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, ഞാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരു ഹദീസിനെ ഓർത്തുപോയി. ആ ഹദീസ് ഇപ്രകാരമാണ്, അൽ യസീറു മിന ദിയാഇ ശിർക്കുൻ. ചെറിയ രൂപത്തിൽ ലോകമാന്യം ഉണ്ടാവുക എന്നുള്ളത് പോലും ശിർക്കാണ്, അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നതിന് സമാനമാണെന്ന് ഷഫീഉനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിനോട് പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ തൗബ ചെയ്തതുകൊണ്ട് മാത്രം പങ്കു ചേർക്കലിനൊരു പ്രതിവിധിയാകില്ല എന്നാണ്, മറിച്ച് ഇസ്ലാമിലേക്ക് മടങ്ങി വരണം. അത്തരത്തിലുള്ള വലിയ പാതകമാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അള്ളാഹുവിനോട് മറ്റൊരു ഇലാഹിനെ പങ്കു ചേർക്കുക. അതിൻ്റെ ഏറ്റവും ചെറിയ രൂപമാണ് റിയാ എന്ന് പറയുന്നത്. ആ റിയാഇനെ സൂക്ഷിക്കണമെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്. ആ ഹദീസിൻ്റെ ബാക്കിയും കൂടി ഞാൻ വായിക്കുകയാണ്. വമൻ ആദാ ഔലിയാ അല്ലാഹി ഫഖദ് ബാറസല്ലാഹ ബിൽ മുഹാറബ എന്നാണ്. ആരെങ്കിലും അള്ളാഹുവിനെ ഇഷ്ടപ്പെടുന്ന ആളുകളോട് എതിര് വെച്ചാൽ, അവരെ ദേഷ്യം പിടിപ്പിച്ചാൽ, അവരെ ശത്രുക്കളാക്കിയാൽ അവർ അള്ളാഹുവിനോട് പരസ്യമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചതിന് പോലെയാണ്. എന്ന് വെച്ചാൽ അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ പ്രത്യേകത എന്ന് പറയുന്നത് പ്രവർത്തനത്തിൽ ഇഖ്ലാസ് കാണിച്ചവരാണ്. അള്ളാഹ്ക്ക് വേണ്ടി മാത്രം അമൽ ചെയ്ത ആളുകളാണ്. ഇവരോട് ദേഷ്യം വെക്കുക എന്നുള്ളത്, ഇവരോട് മുൻവൈരാഗ്യം വെക്കുക എന്നുള്ളത്, കോപം പ്രകടിപ്പിക്കുക എന്നുള്ളത് അള്ളാഹുവിനോട് പരസ്യമായി യുദ്ധം പ്രഖ്യാപിച്ചതിനു സമാനമാണെന്ന് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറയുന്നത്, ഇന്നല്ലാഹ യുഹിബ്ബുൽ അബ്റാറൽ അത്ഖിയാ അൽ അഖ്ഫിയാ അല്ലദീന ഇൻ ആബു ലം യുഫ്തഖദു വ ഇൻ ഹദറു ലം യുഅറഫു ഖുലൂബുഹും മസാബീഹുൽ ഹുദ. ഇങ്ങനെ ഹദീസ് ഇങ്ങനെ നീണ്ടുപോകുന്നുണ്ട്, ഞാൻ ചുരുക്കി പറയുകയാണ്. ഇവരുടെ പ്രത്യേകതയായിട്ട് പറയുന്നത്, അള്ളാഹു ഇവരെ വല്ലാണ്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. അള്ളാഹു ഗുണം ചെയ്യുന്ന, സൂക്ഷ്മത കാണിക്കുന്ന, നിഷ്കളങ്കരായിട്ടുള്ള ആളുകളെ ഇഷ്ടപ്പെടുന്നുണ്ട്. എന്ന് വെച്ചാൽ ഇവർ ജനങ്ങൾക്കിടയിൽ നിൽക്കുന്നത് കൊണ്ട്, ജനങ്ങൾക്കിടയിൽ നിന്നാൽ ഇവരെ കാണുന്നില്ല, അല്ലെങ്കിൽ ഈ ജനങ്ങൾക്കിടയിൽ നിന്ന് ഇവർ മറഞ്ഞാൽ ഇവരെ കാണാനില്ല എന്ന് പോലും ആളുകൾ മനസ്സിലാക്കൂല. എന്ന് വെച്ചാൽ ഇവർ ജനങ്ങൾക്കിടയിൽ ഉണ്ടായാലും ഇല്ലെങ്കിലും സമാനമാണ്. ഇവരുണ്ടെങ്കിൽ തന്നെ ജനങ്ങൾക്ക് ഈ നല്ല ആളുകളെ കണ്ടാൽ മനസ്സിലാകൂല. എന്ന് വെച്ചാൽ ജനങ്ങൾക്ക് മുമ്പിൽ നന്മ അവരുടെ കയ്യിൽ നിന്നും
നല്ല വർത്തമാനം കിട്ടാൻ വേണ്ടിയിട്ട് കാണിച്ചുകൊണ്ട് ചെയ്യൂല എന്നർത്ഥം. ഇവർ ജനങ്ങൾക്കിടയിലുണ്ടെങ്കിൽ ഇവരെ പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകൂല. അത്തരത്തിൽ നല്ല സൂക്ഷ്മാലുക്കളായിട്ട് ഇഖ്ലാസോടുകൂടെ ജീവിക്കുന്ന നല്ല നല്ല അബറാറായിട്ടുള്ള ഗുണവാന്മാരായിട്ടുള്ള ആളുകൾ അള്ളാഹ്ക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇവർ ഇല്ലെങ്കിൽ ജനങ്ങൾക്കിടയിൽ ഇവരെ കാണുന്നില്ല എന്നുണ്ടെങ്കിൽ അവരെ കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ആരും അന്വേഷിച്ച് വരൂല. ഇത്തരത്തിൽ നല്ല അള്ളാഹുവിനോട് അടുക്കുന്ന ഇഖ്ലാസുള്ള ആളുകളുണ്ടല്ലോ, അവരുടെ ഹൃദയങ്ങൾ സന്മാർഗം കൊണ്ടുള്ള ഹിദായത്ത് കൊണ്ടുള്ള വെളിച്ചങ്ങളാണെന്ന് ഷഫീഉനാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ജനങ്ങൾക്കിടയിൽ ഫേമസ് എന്ന് വെച്ചാൽ ജനങ്ങൾക്കിടയിൽ വിശ്രുതി കിട്ടാനായിട്ട്, വിശ്വവിഖ്യാതിത്വം കിട്ടാനായിട്ട്, പ്രകടമായിട്ട് നന്മകളൊക്കെ ചെയ്തുകൊണ്ട് നന്മകൾ നശിപ്പിക്കുന്ന ആളുകൾ ഒന്ന് ശ്രദ്ധിക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടു കൂടിയിട്ട് അത്തരം ഒരു വിപത്തിനെ സംബന്ധിച്ച് ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിയാ എന്ന് പറയുന്ന, ലോകമാന്യമെന്ന് പറയുന്ന ഒരു കാര്യം അത് വളരെ സൂക്ഷിക്കണം. ജനങ്ങൾ തൃപ്തിപ്പെടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനങ്ങളെ തൃപ്തിപ്പെടാൻ വേണ്ടിയിട്ട് നല്ലത് പ്രവർത്തിക്കുക, അത് ശ്രദ്ധിക്കണം. മറിച്ച് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടിയിട്ടായിരിക്കണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതും തന്നെ. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജനങ്ങളെന്ന് പറയുന്നത് മുഖ്ലിസീങ്ങളാണ്. ആ മുഖ്ലിസീങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെടാൻ അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.